ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. വിനായക ചതുർത്ഥി വരുന്നു. ഭഗവാന് നൈവേദ്യമായി മോദകം വെക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു 3 മോദകമാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു ബിസ്ക്കറ്റ് കൊണ്ട് ഒരു മോദകം ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ ക്രീം ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. കാഡ്ബറീസിൻ്റെ ക്രീമുള്ള ബിസ്ക്കറ്റ്. ആ ബിസ്ക്കറ്റ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഫൈൻ പൗഡറായിട്ട് വേണം പൊടിക്കാനായിട്ട്. ഇതിനകത്ത് ക്രീമും ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം മധുരമുണ്ട്. അതനുസരിച്ചിട്ട് വേണം പിന്നെ നമ്മൾ മധുരം ചേർക്കാനായിട്ട്. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ചേർത്തത് ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ചതാണ്. ബദാം, അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിച്ചതാണ്, തരിതരിപ്പായിട്ട് പൊടിച്ചത്. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക്, മധുരം ബിസ്ക്കറ്റിനുണ്ട്, അതനുസരിച്ചിട്ട് വേണം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാനായിട്ട്. അതിനുശേഷം കുറച്ച് നെയ്യ് ചേർത്തു. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിക്കണം. ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഇതെല്ലാം തിരുമ്മി പിടിപ്പിക്കണം. ഇപ്പം നല്ലൊരു പൗഡർ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട്, കുറേശ്ശെ ഒഴിക്കണം, ലൂസായി പോവരുത്. കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതായത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കണം. ആ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കണം. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ബിസ്ക്കറ്റിൻ്റെ മധുരം നോക്കിയിട്ട് വേണം കണ്ടൻസ്ഡ് മിൽക്ക് എത്ര വേണമെന്ന് ചേർക്കാനായിട്ട്. ചിലപ്പോൾ ചില ബിസ്ക്കറ്റിന് ഒട്ടും തന്നെ ചേർക്കേണ്ടി വരില്ല. പിന്നെ പാലിൻ്റെ അളവും നമ്മൾ നോക്കി വേണം ചേർക്കാനായിട്ട്. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ശകലം ചേർക്കുമ്പോൾ ഈ മോദകത്തിന് നല്ല രുചിയായിരിക്കും. കാരണം കണ്ടൻസ്ഡ് മിൽക്കിന് സ്വാഭാവികമായിട്ട് നല്ലൊരു രുചിയല്ലേ. അതിനുശേഷം നമ്മൾ ഇതേപോലെ കുഴച്ച് വെക്കണം. അതിനുശേഷം ഒരു മോൾഡ് എടുത്ത് ആ മോൾഡിലേക്ക് നന്നായിട്ട് നെയ്യ് തേച്ച്, പെട്ടെന്ന് ഇളകി വരാനായിട്ട് നെയ്യ് നന്നായിട്ട് തേച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ മോൾഡിൽ വെച്ചിട്ട് ഈ മോദകം ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് വേവിക്കുകയോ ഒന്നും വേണ്ട, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു മോദകമാണ്. അപ്പോൾ ഇതേപോലെ ഒരു മോൾഡ് മേടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇതേ രീതിയിൽ ഇത് മോദകമാക്കി മാറ്റിയെടുക്കാം. ഇനി മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഉരുട്ടി റൗണ്ട് ഷേപ്പിലെടുത്ത് വെച്ചാലും മതി. എങ്ങനെയായാലും നല്ല രുചിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം അതിനകത്ത് തന്നെ ആ ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും നെയ്യും ഒക്കെ ചേരുമ്പോൾ ഭയങ്കര രുചിയാണ്. ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാനായിട്ടും പറ്റും. ഇനി ക്രീം ഇല്ലാത്ത ബിസ്ക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അതിനനുസരിച്ചിട്ട് മധുരം ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല രസമാണ്, നല്ല കളറാണ്. പിന്നെ ക്രീമുള്ള ബിസ്ക്കറ്റ് ആകുമ്പോൾ മോദകത്തിന് നല്ലൊരു ഡാർക്ക് കളറും വരും. അപ്പോൾ എല്ലാവരും ഈ വിനായക ചതുർത്ഥിക്ക് ഇതുപോലൊന്നുണ്ടാക്കി ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കണം. ഇനി നമുക്ക് പനീർ കൊണ്ട് മോദകം ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ പനീർ എടുത്തിട്ടുണ്ട്. ഈ പനീർ ഒരു മിക്സിക്കകത്തേക്ക് മാറ്റിയിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അത് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പേ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യിടുക. ആ നെയ്യിട്ടതിന് ശേഷം നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പനീർ ചേർക്കുക. എന്നിട്ട് തീ നല്ല കുറച്ച് വെക്കണം. കാരണം പനീർ പെട്ടെന്ന് അടുക്കി പിടിക്കും, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് കുറേശ്ശെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, സാധാരണ എത്ര പനീറുണ്ടോ ആ പനീറിൻ്റെ പകുതിയെങ്കിലും പഞ്ചസാര ആവശ്യമായിട്ട് വരും. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി, അപ്പോൾ പഞ്ചസാരയൊക്കെ ഇങ്ങനെ അലുത്തലുത്ത് വരും. അങ്ങനെ അലുത്തലുത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ പാൽപ്പൊടി ചേർക്കണം. പഞ്ചസാരയുടെ തുല്യ അളവ് തന്നെയാണ് സാധാരണ പാൽപ്പൊടിയും ചേർക്കേണ്ടത്. അതായത് പനീറിനെക്കാട്ടി കുറച്ച് കുറവ് പാൽപ്പൊടി നിർബന്ധമായും ചേർക്കണം. എന്നാലേ നമുക്കൊരു നല്ലൊരു ബൈൻഡിങ് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതേപോലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കണം. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചേർത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം ഇപ്പം ഞാൻ ചേർത്തത് കേസർ,
അതായത് കുങ്കുമപ്പൂവ് പാലിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടാണ് ചേർത്തത്. കുങ്കുമപ്പൂവ് ചേർക്കുമ്പോൾ ഒരു നല്ല കളറും ഒരു പ്രത്യേക മണവും കിട്ടും. ഇനി അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കേസരിയുടെ പൗഡർ, കേസരി ഉണ്ടാക്കുന്ന പൗഡർ ഉണ്ടെങ്കിൽ, മഞ്ഞ കളറിലെയോ ഒക്കെ പൗഡർ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ പാലിൽ കലക്കി ചേർത്താൽ നല്ലൊരു കളറൊക്കെ കിട്ടും. അങ്ങനെ ഇതോരോ ഘട്ടം ഘട്ടമായിട്ട് വേണം നമ്മളിങ്ങനെ ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ കൊടുക്കുമ്പം ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ലൂസായി വരും. അതിനുശേഷം ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു പരുവത്തിലേക്ക് വരും. ഒത്തിരി കട്ടിയാവണ്ട, ഇത് ഈ ഒരു പരുവത്തിലേക്ക് വരും. ഈ ഒരു പരുവത്തിലാവുമ്പോഴേക്കും നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് തണുക്കണം. തണുക്കുമ്പോഴേക്കും ഇതിങ്ങനെ കുറച്ചും കൂടെ കട്ടിയാവും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ മാറ്റാനായിട്ട്. ഒത്തിരി കട്ടിയായിട്ട് മാറ്റരുത്, എന്നാൽ ഒത്തിരി ലൂസായിട്ടിരിക്കുമ്പോഴും മാറ്റരുത്. ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു പരുവാകുമ്പോഴേക്കും മാറ്റി കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ കട്ടിയാവും. അതിനുശേഷം ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റായിട്ട് മാറും. അതിനുശേഷം ഞാനിപ്പോൾ ചേർത്തത് ഇതേപോലെ എൻ്റെ കയ്യിൽ കുറച്ച് പലതരത്തിലുള്ള സീഡ്സ് പൊടിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ടത്, നമ്മളിങ്ങനെ മോദകം ഉണ്ടാക്കി വരുമ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഇതിൻ്റെ കുറച്ച് സീഡ്സിൻ്റെ കളറൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പുറത്തേക്ക് ഞാൻ അതങ്ങനെ ചേർത്തത്. അതിനുശേഷം നമ്മൾ സാധാരണ പോലെ മോൾഡിൽ വെച്ച് ഇത് ഷേപ്പാക്കി എടുക്കുക. നല്ലതാണ് പനീർ കൊണ്ടുണ്ടാക്കുന്നത്, നല്ല രുചിയാണ്. പാൽപ്പൊടിയൊക്കെ കറക്റ്റ് അളവിൽ ചേർത്തൽ, അതായത് എത്ര പനീർ എടുക്കുന്നുണ്ടോ അതിൻ്റെ പകുതി പാൽപ്പൊടി എടുക്കണം. അതുപോലെ പഞ്ചസാരയും അങ്ങനെ എടുത്ത് ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല രുചിയുള്ള ഒരു പനീറിൻ്റെ മോദകമാണ്. ഇതിരിക്കും തോറും നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ആ എടുക്കുന്നത് തീരെ കട്ടിയാവാനിരിക്കരുത്, എന്നാൽ തീരെ ലൂസാവാത്ത പരുവത്തിൽ വേണം ഇത് വാങ്ങി വെക്കാൻ. തണുക്കുമ്പോഴേക്കും ഇത് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതേപോലെ പനീറിൻ്റെ മോദകമുണ്ടാക്കി ഇത്തവണ വിനായക ചതുർത്ഥിക്ക് ഭഗവാന് നമുക്ക് സമർപ്പിക്കാം. നല്ല രുചിയുള്ള ഒരു മോദകമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് കടലമാവ് കൊണ്ട് മോദകമുണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പേ വെച്ചിട്ട് കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിക്കണം. അതിനുശേഷം ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടലമാവ് ഇടണം. എന്നിട്ട് ഈ കടലമാവ് നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ ഇളക്കി യോജിപ്പിക്കണം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആദ്യം നമ്മൾ ഇങ്ങനെ നെയ്ക്കകത്ത് കടലമാവ് ഇട്ട് ഇളക്കി വരുമ്പോഴേക്കും ഇതിങ്ങനെ പൊടി പൊടി പോലെ വരും, അതായത് പൊടിയായിട്ടിരിക്കും. പക്ഷേ പിന്നെ കുറച്ചങ്ങോട്ട് ഇളക്കി വരുമ്പോഴേക്കും ഇതിനകത്തുനിന്ന് ഈ നെയ്യ് പുറത്തേക്ക് വന്നിട്ട് കടലമാവ് ഇങ്ങനെ ലൂസായി വരും. അപ്പോൾ ചെറു തീയിലിട്ടിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ ഇളക്കി യോജിപ്പിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് പൊടിച്ച് വെച്ചിട്ടുള്ളത് ചേർക്കാം. നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം, അതല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ചേർക്കാം. അതല്ല സാധാരണ തേങ്ങയാണെങ്കിൽ നന്നായിട്ട് പൊടിയായിട്ട് തിരുമ്മി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം അതും ഇങ്ങനെ ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വേണം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ. കടലമാവ് നന്നായിട്ട് വേവണം. മുമ്പ് കാണിച്ച 2 മോദകത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ സമയമെടുക്കുന്നത് ഈ മോദകത്തിനാണ്. ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് ചെറുതീയിൽ ഇളക്കി ഈ കടലമാവിൻ്റെ പച്ചച്ചുവയൊക്കെ മാറ്റി നന്നായിട്ട് യോജിപ്പിക്കണം. അതിനുശേഷം കുറച്ച് പാല് അതിലേക്കൊഴിച്ച് വീണ്ടും ഇളക്കി മാവ് നന്നായിട്ട് വേവണം. എല്ലാം കൂടി ഒരു 10-15-20 മിനിറ്റോളം നമ്മളിതിങ്ങനെ ഈ ഒരു പ്രോസസ്സ് തുടരണം. അതിനുശേഷം ഞാനിപ്പോൾ ചേർക്കുന്നത് പാലിൽ ഇച്ചിരി ഓറഞ്ച് ഫുഡ് കളറാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും കുറച്ച് നെയ്യും കൂടെ ചേർക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കി ഈ നെയ്യെല്ലാം ഇങ്ങനെ പുറത്ത് വരുന്ന ഒരു പാകം, ആ പാകത്തിലേക്ക് നല്ലൊരു അലുവയുടെ പരുവം, നമ്മൾ അലുവയൊക്കെ എടുക്കുന്ന ആ ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലേക്ക് മാറണം. അങ്ങനെ ഇത് നന്നായിട്ട് ഇതേപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാം. കടലമാവ് ഒരുമാതിരി തണുത്തിട്ടുണ്ട്, അതായത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിന്
അതിൻ്റെ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ പുറത്തേക്ക് വീണ്ടും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സോ അതല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതും ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ച് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നെയ്യ് പുരട്ടിയ മോൾഡിലേക്ക് വെച്ച് മോദകത്തിൻ്റെ ഷേപ്പിലാക്കി നമുക്കിത് ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാം. ഈ കടലമാവിൻ്റെ മോദകത്തിനകത്ത് ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നത് വളരെ നല്ലതാണ്. മറ്റ് നമ്മൾ മുമ്പിട്ട 2 മോദകത്തിനെക്കാട്ടി കൂടുതലായിട്ട് ഇതിൽ നല്ലതായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ രുചിയാണ്, ഇത് നല്ലൊരു ബൈൻഡിങ്ങും കിട്ടും. കാരണം മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ സോഫ്റ്റാണ്. കുറച്ച് സമയം ഇരിക്കുമ്പോഴായിരിക്കും ഈ കടലമാവിൻ്റെ മോദകം ഒന്ന് ഉറച്ച് കിട്ടുന്നത്. മറ്റേത് നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പം തന്നെ നന്നായിട്ട് ഉറച്ച് നല്ല ഒരു നമുക്ക് നന്നായിട്ട് ഉറച്ചിരിക്കുന്നതായിട്ട് തോന്നും. പക്ഷേ ഇത് കുറച്ച് സോഫ്റ്റ് ആയതുപോലെ നമുക്ക് തോന്നും. പക്ഷേ ഒരു കുറച്ച് സമയം ഒന്നിരുന്ന് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉറച്ച് നല്ല രീതിയിലിരിക്കും. അപ്പം ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതാണ്. ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ തേങ്ങ തിരുമ്മിയിട്ട് അത് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത്, ഒരുപാട് കളറ് മാറരുത്, എല്ലാവർക്കും അറിയാം, അതേ രീതിയിൽ ആക്കി ഇതിനകത്ത് ചേർത്ത് ഉണ്ടാക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ വിനായക ചതുർത്ഥിയുടെ മോദകം. 3 തരത്തിലുള്ള മോദകമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇത്തവണ ഭഗവാന് നൈവേദ്യമായിട്ട് വെച്ച് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഹരേ കൃഷ്ണ.